സിറിയ എന്ന് ഭരിക്കുന്നത് ആരാണ്? സിറിയ എന്ന് ഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം സ്വയം വിളിക്കുന്നത് അഹമ്മദ് അൽ ഷാറ എന്നാണ്. ശരിക്കുള്ള പേര് അബു മുഹമ്മദ് അൽ ഗോലാനി എന്നാണ്. അദ്ദേഹം ഗോലാനി ജബഹത്ത് അൽ നുസ്രയുടെ നേതാവായിരുന്നു. ജബഹത്ത് അൽ നുസ്ര അൽ ഖൈദയുടെ സിറിയൻ വിങ് ആണ്. ഐസിസിന്റെ ആളായിരുന്നു. മറ്റേ സൂയിസൈഡ് ബോംബിങ്സ് നടത്തിയ ആളാണ് ഗോലാനി. 2012 2014 ആ ഗോലാനിയാണ് ഇന്ന് സിറിയയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോ ഞാൻ പറയുന്നത് ഇത് ഈ ജനാധിപത്യം, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് അതൊരു നെറേറ്റീവ് സെറ്റിംഗ് ആണ്. അതിനപ്പുറത്തേക്ക് ഇതിൽ ഇവർക്ക് അമേരിക്കയ്ക്ക് എന്തെങ്കിലും ജെന്യുവൻ താല്പര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, നിങ്ങൾക്ക് ജനാധിപത്യം ഇങ്ങനെ ഈ ത്രൂ ദ ബാരൽസ് ഓഫ് ദ ഗൺസ് നിങ്ങൾക്ക് ജനാധിപത്യം കൊണ്ടുവരാനും പറ്റില്ല. ഇപ്പം അമേരിക്ക ഭീകരവാദി എന്ന് മുദ്രകുത്തി തലയ്ക്ക് വിലയിട്ട ഒരാളെ ഒരു രാജ്യത്തെ ഭരണാധികാരിയായിട്ട് അവരോധിക്കുന്നതിന് ഒരു മടിയും കാണിച്ചില്ല എന്നുള്ളതാണ്. അതാണ് 10 മില്യൺ ബൗണ്ടി ഉണ്ടായിരുന്നു ഗോലാനിയുടെ തലയ്ക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ. ഇത് നടക്കുന്നത് ഡിസംബർ 2024 ഗോലാനി ഡമാസ്കസ് പിടിച്ചെടുക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ആ ബൗണ്ടി എടുത്തു മാറ്റുകയാണ് ചെയ്തത് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. 2 ആഴ്ചയ്ക്കുള്ളിൽ യൂറോപ്പിൽ നിന്ന് ഒരു ഹൈ ലെവൽ ഡെലിഗേഷൻ ഡമാസ്കസിലെത്തി ഗോലാനിയെ നേരിട്ട് കാണുന്നുണ്ട്. പിന്നീട് ഗോലാനി പേര് മാറ്റി അഹമ്മദ് അൽ ഷാറ, മിസ്റ്റർ ഷാറയാണെന്ന്. ഗോലാനി പിന്നീട് എലിസി പാലസിൽ പോകുന്നു, ഇമാനുവൽ മെക്രോണിനെ കാണുന്നു, വൈറ്റ് ഹൗസിൽ പോകുന്നു, ഡൊണാൾഡ് ട്രംപിനെ കാണുന്നു. I mean, the way he was mainstreamed, that surprised even me. The way he was brought into the mainstream. അതാണ്. ഇറാന്റെ പ്രസിഡന്റ് ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് പ്രസിഡന്റ് ആണ് പെസഷ്കിയാൻ. അദ്ദേഹം ഒരു മർദ്ദകനാണ് ഇവർക്ക്, അല്ലെ? അദ്ദേഹം മുല്ലയുടെ കളിപ്പാവയാണ്. നേരെ തിരിച്ച് ഗോലാനി സിറിയയുടെ ലെജിറ്റിമേറ്റ് പ്രസിഡന്റ് ആണ്. ആ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.